ഓ എന്റെ ചവറ് വിലപ്പാ തല ചാമ്പലായനെ. അതാരാ സാറേ? എന്റെ ഗുരു. ആ എല്ലാരും വന്നാണോ? എല്ലാരും എത്തിയിട്ടുണ്ട്. എന്നാ താഴെ ഞാൻ സെറ്റപ്പ് ആക്കിട്ട് വരാം. ഓ ആ മോനായി ഇന്നെങ്കിലും വല്ലതും നടക്കുവോ? അല്ല നാണില്ലാത്ത അപ്പൻ ഒന്ന് പറയടോ. ഇന്നെങ്കിലും എന്റെ ബില്ല് പാസ്സാവോ? അല്ലെങ്കിൽ കടക്കാരന്റെ എല്ലൂരും. തന്റെ ബില്ലിന്ന് പാസ്സാവും ഉറപ്പാ. ഒറ്റക്കെട്ടായി പ്രതിപക്ഷക്കാരും ഞങ്ങൾ ഒന്നടങ്ങ് റെഡിയായിട്ട് നിൽക്കല്ലേ. സ്റ്റീഫൻ സാർ അരയും തലയും മുറുക്കി നിൽക്കല്ലേ. കൗൺസിൽ ഒന്ന് കഴിഞ്ഞോട്ടു. എന്താ കൗൺസിൽ ഒന്ന് കഴിഞ്ഞോട്ടേ? കൗൺസിൽ കുറെ കണ്ടവനാണ് നാണപ്പൻ. കണക്കെഴുതി പെൻസിൽ തേങ്ങതല്ലാതെ ഒന്നും നടന്നില്ല. സ്റ്റീഫൻ എത്തിയോ? എന്നാ ഞാനൊന്ന് എത്തിപ്പിടിച്ചിട്ട് വരാം. ചായ കുടിച്ചിട്ട് പോകാടൂ. ചായക്കെന്താ കടി? ഉണ്ടംപൊരി. നീ കഴിക്ക്, ഞാൻ പോയി ഉണ്ണാനുള്ള വകുപ്പിക്കട്ടെ. അവന്റെ ഉണ്ടംപൊരി ഞാൻ ചെയർമാനോട് പറഞ്ഞിട്ടുണ്ട്. പുള്ളി എന്നോട് നോന്ന് പറയത്തില്ലെന്നേ. അതൊക്കെ ഞാൻ ശരിയാക്കാം. ശരി. ഞാൻ സുഗന്ധവല്ലിയെ കാത്തിരിക്കാൻ തന്നിട്ട് ഒരുപാട് സമയം. എന്റെ പൊന്നു സുഗന്ധു, ആ മേയറോട് എന്റെ ബില്ലൊന്ന് പാസ്സാക്കി തരാൻ പറ. നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലല്ലേ? കേറി ഇറങ്ങി എന്റെ ചെരുപ്പിന്റെ സോള് തേഞ്ഞി. തേട്ടെ. പ്രതിപക്ഷക്കാരുടെ തോളി കൈയിട്ടല്ലേ നടപ്പ്. പിന്നെങ്ങനെ ബില്ല് പാസ്സാവും? ആ ബില്ലൊന്ന് പാസ്സാവാൻ വേണ്ടി ആരുടെ തോളത്ത് കൈയിട്ട് പോവും. അതാണ് എന്റെ അവസ്ഥ. ചീഞ്ഞു നാർന്ന ഈ കോർപ്പറേഷനുള്ളിൽ സുഗന്ധം വരുത്തുന്ന ഒരേ ഒരു സ്ത്രീരത്നമേ ഉള്ളൂ. അതാണ് സുഗന്ധവല്ലി. എന്നെ ഒന്ന് രക്ഷിക്കണം സുഗന്ധു. നോക്കട്ടെ. പോലെ ഒരു കാര്യം കൂടി. എന്താ? ഇന്നലെ 7ാം വാർഡിന്റെ കുടുംബശ്രീ സംഗമം കാണാൻ ഞാനും വന്നിരുന്നു. ചലക്കിയില്ലേ കൗൺസിലർ സുഗന്ധവല്ലി? എന്ത് പ്രസംഗം? മലയാണ്മയുടെ മാലിന്യം. ആ പ്രയോഗം കലക്കി. പണ്ട് ഞാൻ മലേഷ്യ പോയപ്പോ അവിടെ ഒരു മതാമ്ര പ്രസംഗം കേട്ടു. ഇതുപോലെ തന്നെ മിറ്റിൽഡ പ്രഗോണി. അതെന്താ? അതവരുടെ പേരാ. ആ പ്രസംഗത്തിൽ അവര് അതൊക്കെ പിന്നെ കേക്കാം. നാണപ്പൻ ചേട്ടൻ ചെല്ലേ. ശരി. മിറ്റിൽഡ പ്രഗോണി അതാരാ? എവിടെ? മലേഷ്യ. സ്റ്റീഫ പ്രതിപക്ഷ നേതാവേ. സ്റ്റീഫ നേതാവേ, പ്രതിപക്ഷ ഞാൻ എത്തി. ഇന്നത്തെ കൗൺസിലെങ്കിൽ എന്റെ കാര്യം നടക്കോ? പിന്നെ നടക്കാതെ. ഇന്നത്തെ കൗൺസില് പടക്കം പൊട്ടും. മാലപ്പടക്കം. ഇങ്ങനെ കാടടിച്ച് വെടിവെച്ചിട്ട് കാര്യമില്ല. പറയാനുള്ളത് പറഞ്ഞാൽ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. അതായത് കൊച്ചി നഗരത്തിന് മാലിന്യത്തിന് നാറ്റം കാരണം പഴശ്ശേരി പുറത്തിറങ്ങി നടക്കാൻ ബഹുമാനപ്പെട്ട മേയർ വിമുഖത കാട്ടുന്ന കാരണം ബില്ല് പാസ്സായി കിട്ടാൻ നെട്ടോട്ട ഓടുന്ന ഒരു കോൺട്രാക്ടർ ഉണ്ട് ഇവിടെ, ലാൽഗുഡി നാണപ്പൻ. അത് ഈ കോർപ്പറേഷനിലെ കൽത്തൂണുകൾ പോലും കാണുന്നുണ്ട്. എന്നിട്ടും ബഹുമാനപ്പെട്ട മേയർ മാത്രം കണ്ടില്ല എന്നടിക്കുന്നു. വാസ്തവത്തിൽ അതല്ലേ കൊച്ചി നഗരം ചീഞ്ഞു നാറാനുള്ള പ്രധാന കാരണം? അതെ, നിനക്കൊക്കെ അഴിമതി നടത്തി കട്ടുപിടിക്കാനല്ലേടാ ഈ ബില്ല് പാസ്സാക്കാൻ പറഞ്ഞത്. നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ഒത്തിരി കാര്യങ്ങൾ അറിയാമെങ്കിലും ഇത്തിരി കാര്യമാ ചോദിക്കുന്നത്. ഈ പറഞ്ഞ കോൺട്രാക്ടർക്ക് കരാർ കൊടുക്കുമ്പോ ഇവിടെ ഒരു പ്രതിപക്ഷവും എതിർത്തില്ലല്ലോ. അതിൽ നിന്നൊന്ന് വ്യക്തമാണ്. കൊച്ചിയിലെ മാലിന്യമല്ല നിങ്ങളുടെ പ്രശ്നം, കരാറുകാരന്റെ ബില്ല് പാസ്സാകാത്തതാണ്. ബില്ല് ഞാൻ പാസ്സാക്കാം, ഇവിടുത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്തതിനു ശേഷം. മാലിന്യങ്ങൾ കൊണ്ടിടാൻ സ്ഥലമില്ലാത്തതായിരുന്നു നഗരസഭയുടെ മുമ്പിലുള്ള ഏക തടസ്സം. ആ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് സ്ഥലം കണ്ടെത്തിക്കൊള്ളാമെന്നുള്ള ഉറപ്പിന്മേലാണ് ഈ കോൺട്രാക്ടർക്ക് കരാർ കൊടുത്തത്. കരാറിലെ വരികൾ ഈ കൗൺസിൽ ഏവരും വായിച്ചു കേട്ടതുമാണ്. ആ ഉറപ്പ് ലംഘിച്ചത് ഈ കോൺട്രാക്ടർ തന്നെയല്ലേ? അതുകൊണ്ട് ആദ്യം അയാൾ കോർപ്പറേഷൻ ഉറപ്പ് തന്നത് പാലിക്കട്ടെ, എന്നിട്ട് ബില്ല് പാസ്സാക്കാം. അങ്ങനെയാണെങ്കിൽ മറ്റു പല കോൺട്രാക്ടർമാരുടെ ബില്ലുകളും പിടിച്ചു വെക്കേണ്ടി വരും. കരാറിൽ പറഞ്ഞിരിക്കുന്ന പോലെയാണ് കോൺട്രാക്ടർമാർ ഇവിടെ ചെയ്യുന്നത്. കാന്റീൻ കോൺട്രാക്ടർ അയ്യപ്പൻകുട്ടി കാര്യം എടുത്തു നോക്കിയേ. ഉള്ളിവിട എന്ന് പറഞ്ഞ് നമുക്ക് തരുന്നത് ഉള്ളിവിടയാണോ? പഴയ കേബേജിന്റെ തോല് അരിഞ്ഞ് വളർത്തി തരുന്നല്ലേ? ഉള്ളിവിടയുടെ കാര്യം പോട്ടെ, ഇന്നത്തെ ഉണ്ടമ്പയുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിയേ. പാവപ്പെട്ട ഒരു കരാറുകാരന്റെ തലയിൽ ഉത്തരവാദിത്തങ്ങൾ കെട്ടിവെച്ച് കൈ കഴുകുന്നത് നഗരസഭാ ചരിത്രത്തിൽ ആദ്യമാണ്. മാറുന്ന കൊച്ചിയെ മണക്കുന്ന കൊച്ചിയാക്കുന്നായിരുന്നല്ലോ തെരഞ്ഞെടുപ്പ് രംഗത്തെ മുദ്രാവാക്യം. മാലിന്യ നിർമ്മാർജ്ജനവും പിന്നെ മാലിന്യ സംസ്കരണ പ്ലാന്റും. ഇപ്പൊ നിർമ്മാർജ്ജനവും ഇല്ല, സംസ്കരണവും ഇല്ല. സുതാര്യതയില്ലാത്ത ഒരു തീരുമാനത്തിനും ഈ കൗൺസിലിൽ നിന്ന് ഉത്തരവുണ്ടാവില്ല. അതുകൊണ്ട് പ്ലാന്റിന്റെ കാര്യം ഇപ്പൊ അവിടെ നിൽക്കട്ടെ. ആദ്യം ജനങ്ങളുടെ പ്രശ്നം, പിന്നെ മതി കോൺട്രാക്ടർമാരും കമ്പനികളും.
ഈ കൗൺസിൽ ഇന്നത്തേക്ക് പിരിയുന്നു.